ഈ പണിമുടക്കിന്റെ ഈ ചർച്ച പണിമുടക്കികളെ അപഹസിക്കുന്നതിന് വേണ്ടി പണിമുടക്ക് കഴിഞ്ഞതിന് ശേഷം നടത്തുന്നതിന് പകരം ദൂരദർശനെ പോലുള്ള മാധ്യമങ്ങൾ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പോ രണ്ടാഴ്ച മുമ്പോ ഗവൺമെന്റിനോട് പറയേണ്ടതായിരുന്നു ഈ പണിമുടക്ക് നടത്തിയാൽ കോടികളുടെ നഷ്ടം ഉണ്ടാവും, പുരോഗതിക്ക് എതിരാവും. അതുകൊണ്ട് ഈ പണിമുടക്ക് ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതുകൊണ്ട് അവർ ഡിമാൻഡ് നോട്ടീസ് തന്നിട്ടുണ്ടെങ്കിൽ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ആ ട്രേഡ് യൂണിയനെ വിളിച്ച് 17 ഡിമാൻഡും അംഗീകരിച്ചില്ലെങ്കിലും നയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. BJP ഗവൺമെന്റ് നയങ്ങളെ അതെങ്ങനെ കോൺസിക്വൻസ് ഉണ്ടാകുന്നു, എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു, ഏതെല്ലാം മേഖലയിൽ നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ പരിഹരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഒരു പ്രത്യേക നയത്തിന് വേണ്ടി നിൽക്കുന്നതാണ് BJP ഗവൺമെന്റ്. എന്നാൽ തൊഴിലാളികൾ ഉന്നയിക്കുന്ന മിനിമം വേജസ് സംബന്ധിച്ച്, അതുപോലെ പല കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഈ ലേബർ കോഡുകളെ സംബന്ധിച്ചൊക്കെ ആവശ്യമായിട്ടുള്ള നീക്കുപോക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ചർച്ച നടത്തിയാൽ മുഴുവൻകാരും അംഗീകരിച്ചില്ലെങ്കിലും അതൊരു ജനാധിപത്യ മര്യാദയാണ്. പക്ഷേ കൊടുക്കുന്ന നിവേദനം ചവറ്റുകൊട്ടയിൽ തള്ളു. അദ്ദേഹം രവീന്ദ്രവർമ്മയുടെ കേസ് പറഞ്ഞു. അത് ശരിയാ, അന്നത്തെ പാർലമെന്റ് അങ്ങനെയായിരുന്നു. രവീന്ദ്രവർമ്മ കൊണ്ടുവന്ന IR ബില്ല് ഗവൺമെന്റ് തന്നെ പിൻവലിച്ചല്ലോ. ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പിൻവലിച്ചേ. ഇപ്പൊ അങ്ങനെ ഇല്ല. ലേബർ കോൺഫറൻസ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വിളിക്കേണ്ടത് സ്വതന്ത്ര ഭാരതത്തിൽ ഇതേവരെ എല്ലാ ഗവൺമെന്റുകളും വിളിച്ചിരുന്നതാ. കോൺഗ്രസ് ഗവൺമെന്റ് വിളിച്ചിട്ടുണ്ട്, മൊറാർജി ഗവൺമെന്റ് വിളിച്ചിട്ടുണ്ട്, ഗുജറാത്ത് ഗവൺമെന്റ് വിളിച്ചിട്ടുണ്ട്, നെഹ്റു ഗവൺമെന്റ് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതാ. എന്താണ് നരേന്ദ്രമോദി ഗവൺമെന്റിന് മാത്രം അത് വിളിക്കാൻ പറ്റാത്തത്? അപ്പൊ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ പരമപുച്ഛമാണ്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് പ്രൊഡക്ടിവിറ്റി ഇൻസെന്റീവ് 11 ലക്ഷം കോടി രൂപ വ്യവസായികൾക്ക് പുരോഗതിയുടെ ഭാഗമായി വ്യവസായങ്ങൾ നടത്താൻ വേണ്ടി ഓഫർ ചെയ്യും. ELI എന്ന് പറഞ്ഞ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ട് 15,000 രൂപ 2 ഗഡുവായിട്ട് എല്ലാവർക്കും പിന്നീട് കൊടുക്കുമെന്ന് പറഞ്ഞു. ആർക്കാ കൊടുക്കണം? മുതലാളിക്കാ കൊടുക്കണം. PF-ന്റെ വിഹിതം, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ ഒരു ജോലി കൊടുത്താൽ അത് 1 കൊല്ലത്തേക്കാണെങ്കിൽ 2 കൊല്ലത്തേക്ക്. ഇങ്ങനെയുള്ള ചതിപ്രയോഗങ്ങളിലൂടെ 365 ദിവസം പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ഒരു തരത്തിലും അവരുടെ മിനിമം വേജസിനെ സംബന്ധിച്ച് മിണ്ടാതെ ആ നിയമങ്ങളെല്ലാം സ്ക്രാപ്പ് ചെയ്തുകൊണ്ടുവരുന്ന ഈ നടപടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഈ ചർച്ച നേരത്തെ നടത്തേണ്ടതായിരുന്നു. ഈ കോടികളുടെ നഷ്ടമുണ്ടാവും, തൊഴിലാളികൾ പണിമുടക്കിലേക്ക് അവരെ നയിക്കരുത്, അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്തൊരു മര്യാദ ഉണ്ടല്ലോ. നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച, കാവാലം ശശികുമാർ ചൂണ്ടിക്കാണിച്ച ഇന്ത്യൻ പാർലമെന്റിലെ പാർലമെന്ററി ജനാധിപത്യം അംഗീകരിച്ച സന്ദർഭങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾ എളമരം കരീം പാർലമെന്റിനകത്ത് പറഞ്ഞു. എന്താണ് അന്ന് ഉപരാഷ്ട്രപതിയായ വെങ്കയ്യ നായിഡു എളമരം കരീമിനെ ആക്ഷേപിച്ചതെന്നറിയാമോ? ഞങ്ങൾ മഹാഭൂരിപക്ഷം ഞങ്ങൾക്ക് ഈ സഭയിലുള്ളത് കൊണ്ട് മിസ്റ്റർ കരീം യു സിറ്റ് ഡൗൺ, ഞങ്ങളിവിടെ 4-3-7 പേര് കുറച്ചാലും ഇത് പാസ്സാക്കി എടുക്കുമെന്ന് പറഞ്ഞു. ആകെ എളമരം കരീം പറഞ്ഞത് പാർലമെന്റിന് പുറത്ത് ഒരുപാട് കോടിക്കണക്കിന് തൊഴിലാളികളും കൃഷിക്കാരും പ്രക്ഷോഭ സമരത്തിലാണ്, എനിക്ക് അത് മതി, അതുകൊണ്ട് യു മൈൻഡ് യുവർ ബിസിനസ് ഓണറബിൾ ചെയർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഒരാളാണെങ്കിലും തൊഴിലാളിയുടെയും കൃഷിക്കാരന്റെയും അവകാശങ്ങൾ ഈ പാർലമെന്റിൽ ശബ്ദിക്കുമെന്ന് പറഞ്ഞിട്ട് ശബ്ദവോട്ടോടുകൂടി ലേബർ കോഡ് എല്ലാം പാസ്സാക്കിയിട്ട് എളമരം കരീം, ജയറാം രമേശ് അടക്കമുള്ള 10 പാർലമെന്റ് മെമ്പർമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയത് ഈ കാവാലം ശശികുമാർ എന്നുള്ള മാധ്യമ പ്രവർത്തകൻ അറിയുന്നില്ലേ? അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കുക, പണിമുടക്ക് എന്ന് പറഞ്ഞാൽ ജനജീവിതം സ്തംഭിപ്പിക്കാനല്ല. ആരെയും ഫോഴ്സ്ഫുൾ ആയിട്ട് പണിമുടക്കിലേക്ക് കൊണ്ടുവരുന്ന പഴയ കാലഘട്ടമൊക്കെ മാറി. ഒറ്റപ്പെട്ട സംഭവം മാത്രമേ ഇന്നത്തെ പണിമുടക്കിൽ ഉണ്ടായിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ പരമാവധി ഇപ്പൊ ഞാൻ പറയട്ടെ, പരമാവധി ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ നന്നായി ഇത് പരിശ്രമിച്ചിട്ടുണ്ട്. ഒരു കോൺസിക്വൻസ് ഉണ്ടാവരുത്. അബദ്ധത്തിൽപ്പെട്ട ഒരു പെരുവഴിയിൽ ഒരു നിരപരാധി വന്ന് എനിക്ക് കുടിവെള്ളം കിട്ടിയില്ല, എനിക്ക് വണ്ടി കിട്ടിയില്ല, ഒരു രോഗി പെട്ടുപോയി ആശുപത്രി പോകാൻ മാർഗമില്ല, ഓട്ടോറിക്ഷ കിട്ടിയില്ല എന്ന് പറയാതിരിക്കാൻ മാക്സിമം ഇത് ഞങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു ചരമക്കോളത്തിന്റെ പ്രാധാന്യം തന്നില്ല. ഇപ്പോഴാണ് നിങ്ങൾ ചർച്ച വരുന്നത്. പറയാൻ അനുവദിക്കോ? അതായത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം നയിക്കാനുള്ള അവകാശമൊക്കെ നിങ്ങൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും സമരം ചെയ്യാതിരിക്കാനുള്ള അവകാശവും ഉണ്ടല്ലോ, അതിനെ അംഗീകരിക്കണ്ടേ? അത്തരക്കാരെ എന്തിനാണ് അക്രമവും ഭീഷണിയും കൊണ്ട് അവരെ വേട്ടയാടുന്നത്? അവരെ എന്തിനാണ് പേടിപ്പിക്കുന്നത്, ഭീതിപൂർവമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നത്? അപ്പൊ അതും നിങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം ഉള്ളത് പോലെ പ്രതിഷേധിക്കാതിരിക്കാനുള്ള അവകാശമുള്ളവരെ കൂടി നിങ്ങൾ അംഗീകരിക്കണ്ടേ? അല്ലെന്നേ, നിങ്ങൾ പറയുന്നത് കൽക്കട്ടയില് പ്രതിപക്ഷം ഭരിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് പണിമുടക്കം എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ട് സംഘടിത പ്രസ്ഥാനം. ഞാൻ ചോദിച്ചാൽ അങ്ങ് മറുപടി പറയൂ. അങ്ങേക്ക് ഒരു 100 ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, ഇന്ന് നടന്നതാണ്. നിങ്ങൾ കുറച്ച് പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുക, ഒരാളെയും ഭീഷണിപ്പെടുത്തരുത്, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അതല്ല ഇന്ന് തെരുവിൽ കണ്ടത്.